റോമാലേഖനം 5-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത് നീതീകരണത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ച പ്രയോജനങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എണ്ണി എണ്ണി പറയുന്നു. ഏതാണ്ട് 8 അനുഗ്രഹങ്ങൾ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ആ നന്മകൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നു നീതീകരണത്തിലൂടെ. ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നത് നമ്മൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ്, അല്ലെ? വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ മഹത്വം നമ്മൾ ചിന്തിച്ചു. അത് ന്യായപ്രമാണത്തിന്റെ ബദൽ മാർഗമായി ദൈവം അവതരിപ്പിച്ചതാണെന്നും ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ പാപരഹിത അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതെന്നും അത് ദൈവത്തിന്റെ കൃപയാലാണ്, സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിച്ചതെന്നും നമ്മൾ ഈ 4 അധ്യായങ്ങളിലൂടെ വിശദമായി മനസ്സിലാക്കി. സൗജന്യമായി എന്ന പദത്തെ നമ്മൾ അല്പം എംഫസൈസ് ചെയ്ത് ചിന്തിച്ചു. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എവിടെയെങ്കിലും എന്റെ അധ്വാനം കൊണ്ടോ, എന്റെ നേട്ടം കൊണ്ടോ, എന്റെ പ്രയത്നം കൊണ്ടോ, എന്റെ സ്വാധീനം കൊണ്ടോ ഞാൻ നേടുന്നു എന്ന് ചിന്തിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒന്നും നമ്മുടെ നേട്ടം കൊണ്ട് നേടുന്നില്ല. എല്ലാം സൗജന്യമായിട്ട് ദൈവം തരുന്നത്. ഈ ഭൗമിക ലോകത്താണെങ്കിലും ആത്മിക മേഖലയിലാണെങ്കിലും നമ്മൾ നേടുന്നതെല്ലാം ദൈവത്തിന്റെ സൗജന്യമാണ്. നമ്മൾ ആരോഗ്യത്തോടുകൂടെ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ സൗജന്യമാണ്. നമ്മളൊന്ന് കൈ ഉയർത്തുന്നത് ദൈവത്തിന്റെ സൗജന്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം പറയുന്നത് ദൈവത്തിന്റെ സൗജന്യമാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ സൗജന്യമാണ്. ദൈവം സൗജന്യമായി തരാതെ നമുക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഭക്തൻ എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞാൽ കൃപ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. നമുക്ക് ചിന്തിക്കാം, ഈ നീതീകരണം നമുക്ക് ലഭിച്ചല്ലോ. ആ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നാമത്തെ അനുഗ്രഹം, നീതീകരിക്കപ്പെട്ടപ്പോ കൃപയിൽ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചപ്പോ ആ ദൈവത്തിന്റെ ക്രൂശുമരണത്തിന്റെ, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ആ അനുഗ്രഹത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമുക്ക് ദൈവവുമായി സമാധാനം ഉണ്ടായി എന്നുള്ളതാണ്. ദൈവവുമായുള്ള സമാധാനം, അതിന്റെ അർത്ഥം എന്താ? ശത്രുത്വത്തിൽ നിന്ന് നമ്മൾ എന്താണ്? ദൈവത്തിന്റെ മിത്രമായി മാറി എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടക്കാരായി മാറി എന്നുള്ളതാണ്. വെറുപ്പുളവാക്കുന്ന അവസ്ഥയിൽ നിന്ന്, കത്തിച്ചു കളയേണ്ട പാപി എന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മക്കളാക്കി ദൈവം നമ്മെ മാറ്റി. സമാധാനമുണ്ടായി. ഒരിക്കലും ചേർന്ന് വരാൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന നമ്മെ ദൈവം ചേർത്ത് പിടിച്ച് സമാധാനമുണ്ടായി. 5-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കിക്കേ. ശത്രുക്കളായിരിക്കുമ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ ദൈവം ചേർത്ത് പിടിച്ചു. ദൈവത്തിന് ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ പിശാചിന്റെ തന്ത്രത്തിലേക്കും ആലോചനയിലേക്കും വഴിമാറിപ്പോയ മനുഷ്യൻ ദൈവത്തിന്റെ മിത്രം, പുത്രൻ എന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ശത്രുവായി മാറി, പിശാചിന്റെ ദാസനായി മാറി. ദൈവത്തിന്റെ മകൻ പിശാചിന്റെ ദാസനായി മാറി. ഇവിടെയാണ് ക്രിസ്തുവിലുള്ള നീതീകരണം മൂലം നമ്മെ ദൈവം തിരിച്ചു പിടിച്ചു. ദൈവത്തോടുള്ള സമാധാനം നമുക്ക് നൽകി. തകർന്നുപോയ ബന്ധത്തെ റീസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ദൈവം നമ്മെ ചേർത്ത് പിടിച്ചു. കൊലോസ്യലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കും. കൊലോസ്യർ 1:21. അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. കണ്ടോ? അപ്പൊ നമ്മൾ ആരായിരുന്നു? ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. നമ്മെ അവൻ എന്താക്കി മാറ്റി? വിശുദ്ധരാക്കി, നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്.
അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. തന്റെ മരണം കൊണ്ട്, ആ നീതീകരണം മൂലം നമുക്ക് വിശുദ്ധന്മാരെന്ന പദവിയെ ലഭിച്ചത്. നിഷ്കളങ്കർ എന്ന ആ ലെവലിലേക്ക് നമ്മൾ എത്തും വിശുദ്ധീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ. അപ്പോ ആ തേജസ്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പദവിയിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഒന്ന്, ദൈവവുമായുള്ള സമാധാനം നമുക്ക് ലഭിച്ചു. രണ്ടാമത്തെ വാക്യം 5:2. യെസ്, രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയിലേക്കുള്ള പ്രവേശനം. നീതീകരണം എന്ന അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചതോടുകൂടി, ആ പദവിയിലേക്ക് നമ്മൾ എത്തിയതോടുകൂടി ദൈവത്തിന്റെ കൃപയിലേക്കും കൂടി നമ്മൾ പ്രവേശിച്ചു. കൃപ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം എന്താണ്? അർഹതയില്ലാത്ത ദൈവത്തിന്റെ ദാനം, അല്ലെ? അർഹിക്കാത്തത് ദൈവം നമ്മൾ സ്വീകരിക്കുന്നത് എല്ലാം കൃപയാണ്. അപ്പോ രണ്ടാമത്തെ നന്മ, അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ കൃപയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നത്, എസ്തർ രാജസന്നിധിയിൽ പെർമിഷൻ കൂടാതെ ചെല്ലുന്ന ഒരു സമയം, അല്ലെ? എസ്തറിന്റെ മനസ്സ് എന്തായിരുന്നു ആ സമയത്ത്? മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നിരിക്കണം? രാജാവ് അനുകൂലമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ തീർന്നു. രാജകൽപ്പന ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല ചില ദിവസങ്ങൾക്ക്. ആ സമയത്താണ് എസ്തർ കയറി ചെല്ലുന്നത്. അവൾ പ്രതീക്ഷിക്കാതെ രാജാവ് ചെങ്കോൽ അവളുടെ നേരെ നീട്ടിയത് കൊണ്ട് അവൾക്ക് രാജസന്നിധിക്ക് ചെന്ന് അവളുടെ കാര്യം പറയാൻ, സങ്കടം ബോധിപ്പിക്കാൻ അവസരം ലഭിച്ചു. പ്രിയമുള്ളവരെ, നീതീകരണം നമ്മെ കൊണ്ടെത്തിച്ചത് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് കയറി ചെല്ലാൻ. ആ കൃപ നമ്മുടെ മേൽ ദൈവം വർഷിപ്പിച്ചു. അതുകൊണ്ട് എന്താണ്, യെരൂശലേം ദേവാലയം എങ്ങനെയായിരുന്നു നിർമ്മിച്ചിരുന്നത്? വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ 4 ഇഞ്ച് കനമുള്ള, അല്ലെ, തിരശീല കൊണ്ട് അത് വിഭജിക്കപ്പെട്ടിരുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ മരണ ഭയം കൂടാതെ ആ കൃപാസനത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് അവസരം ലഭിച്ചു. കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. ആ കൃപയാൽ നമുക്ക് ദൈവത്തോട് എന്തും ആവശ്യപ്പെടാനുള്ള, ഏത് പദവിയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു അനുഭവവും നന്മയുമാണ് നമുക്ക് ആർജിച്ചത്. കുറെ കാര്യങ്ങൾ ആ ഭാഗത്ത് പറയേണ്ടത് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. കൃപയെന്ന് പറയുന്നത് കേവലം നമ്മെ രക്ഷിച്ചെടുത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനാണ്. നമ്മെ ശത്രുക്കളായിരുന്ന നമ്മെ കൃപയാൽ കർത്താവ് കൊണ്ടുവന്നു എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് നമ്മെ നിലനിർത്തുന്ന അനുഗ്രഹം കൂടിയാണ് കൃപ. ദൈവം നമ്മെ രക്ഷിച്ച് കൊണ്ടുവന്നു, ഓക്കെ. കൊണ്ടുവന്നിട്ട് കൃപ തന്നില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇടയ്ക്കൊരു തെറ്റുപറ്റിയ വീണ്ടും നമ്മൾ താഴേക്ക് പോകുമായിരുന്നു, അല്ലെ? ഏറ്റവും അഗാധ കൂപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് പാപത്തിന്റെ ശിക്ഷ നമ്മിൽ നിന്ന് മാറ്റി ഇനി പാപം ചെയ്യരുതെന്ന് ഉപദേശം തന്ന് നമ്മെ കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോ നമ്മൾ രക്ഷാപ്രക്രിയയിലാണ്, നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്. അപ്പൊ ഈ വിശുദ്ധിയുടെ കാലഘട്ടം നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. ഇവിടെ കൃപ തന്നില്ലായിരുന്നു എങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത തെറ്റിന് നമ്മൾ വീണ്ടും താഴേക്ക് പോയാലുമായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും താഴ്ത്തിക്കളയാതെ നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപ, നമുക്ക് ലഭിച്ച പദവിയെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപ. അപ്പൊ ദൈവവുമായി നമുക്ക് സമാധാനമുണ്ടാക്കി, ശത്രുത്വം ഉണ്ടായിരുന്നിട്ട് നമ്മെ ദൈവവുമായി ബന്ധിപ്പിച്ചു, ദൈവത്തിന്റെ മിത്രമാക്കി, ദൈവത്തിന്റെ പുത്രനാക്കി നമ്മെ ചേർത്ത് നിർത്തുക മാത്രമല്ല, ആ നിർത്തിയത് നിലനിർത്തുകയും കൂടെ ചെയ്യുന്ന അനുഗ്രഹമാണ് ദൈവത്തിന്റെ കൃപ. അവ നമ്മെ ദൈവത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോ എന്നെ നിൽക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ. തകർന്നു പോകാം, ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഞാൻ പാപ ജഡത്തിലാണ് ജീവിക്കുന്നത്, എനിക്ക് തെറ്റുപറ്റാം, കുറവുകൾ സംഭവിക്കാം, അറിയായ്മയിലും അറിഞ്ഞുകൊണ്ടും ഒരുപക്ഷെ അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷെ എന്നെ ചേർത്ത് നിർത്തുന്ന കൃപ, ഏത് പാപത്തെയും കത്തിച്ചു കളയാൻ പറ്റുന്ന ദൈവത്തിന്റെ കൃപ, എന്നെ നിലനിൽക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ നിത്യമാണ്. എബ്രായ ലേഖനം 4:16 വായിക്കാമോ വേഗത്തിൽ? എബ്രായർ 4:16. എന്താ വായിച്ചത്? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അതുകൊണ്ട് നാം ജീവിക്കുന്നത് കൃപയിലാണ്. നമുക്ക് ഇവിടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ, കരുണ ലഭിക്കണമെങ്കിൽ, സഹായം ലഭിക്കണമെങ്കിൽ
ആ കൃപയിൽ ആശ്രയിച്ചേ മതിയാകുള്ളൂ. ആ കൃപയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നത് നമുക്ക് ശക്തി പകരുന്ന, ഓരോ ദിവസവും നമുക്ക് സഹായം നൽകുന്ന, നമ്മുടെ മേൽ കരുണ വർഷിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ. മൂന്നാമത്തെ അനുഗ്രഹം ദൈവമഹത്വത്തിന്റെ പ്രത്യാശ. ദൈവമഹത്വത്തിന്റെ പ്രത്യാശ വായിക്കാം. 2-ാം വാക്യം തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട്. യെസ്, അത് തന്നെയാണ് 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ, ഹോപ്പ്, പ്രത്യാശ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടും, അല്ലെ? എന്തിനേക്ക് വേണ്ടിയാ? തേജസ്സിലേക്ക് പോകാൻ, അല്ലെ? അത് നമ്മുടെ അകത്ത് നമുക്ക് തരുന്ന ഒരു പ്രത്യാശയുണ്ട്. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. ഈ ആശിക്കുന്നതിനെയാണ്, എന്തെങ്കിലും ഒന്ന് ആശിക്കുമ്പോഴാണല്ലോ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്, അല്ലെ? നിത്യത നമ്മൾ ആശിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വിളിയാനുള്ള ആശ, അതിനെയാണ് ആത്മീയമായ കാര്യങ്ങളെ നമ്മൾ പ്രത്യാശ എന്ന് വിളിക്കുന്നു. ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ വിശ്വാസത്താൽ നടത്തപ്പെട്ടത്. അപ്പൊ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചു. ആ നീതീകരണം നമുക്ക് പ്രത്യാശയെ ഉറപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ആ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കിക്കേ, ആത്മവിശ്വാസമുള്ള പ്രതീക്ഷ. ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് ആ കർത്താവിന്റെ പ്രത്യാശയിൽ മുന്നേറാൻ സാധിക്കുന്നു. അതുപോലെ എന്താണ്? ഭാവികാല രൂപാന്തരീകരണം, ഫ്യൂച്ചർ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് വരാനിരിക്കുന്ന തേജസ്, ആദം നഷ്ടപ്പെടുത്തിയ തേജസ്, പാപം ചെയ്തപ്പോ അവർ എന്താണ്? നഗ്നരായി. അവർക്ക് ഉടുപ്പ് ധരിക്കേണ്ടി വന്നു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആ തേജസ്സിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാൻ, ആ പ്രകാശത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു വിശ്വാസത്താലുള്ള നീതീകരണം. ആ നീതീകരണത്തിലേക്ക് നാം എത്തുമ്പോ നമുക്ക് ആദം നഷ്ടപ്പെടുത്തിയ ആ തേജസ്സിന്റെ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തേജസ്സിന്റെ പ്രത്യാശ മാത്രമല്ല, അത് എന്നേക്കും സന്തോഷമുള്ള കാര്യമാണ്. അത് സെക്യൂറാണ്. അത് ദൈവത്തിന്റെ സുരക്ഷിതത്വമാണ്. ദൈവത്തിന്റെ നമ്മൾ സെക്യൂറാണ്, നമ്മൾ സുരക്ഷിതരാണ്. ആ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വേഗത്തിൽ പോട്ടെ. 4-ാമത്തെ ചിന്ത, 4-ാമത്തെ അനുഗ്രഹം നീതീകരണം കൊണ്ട് ദൈവഭക്തന്മാർക്ക് ലഭിച്ചത് എന്താണ്? വേദനയിൽ സന്തോഷം. വായിക്കാം 3-4 വാക്യങ്ങൾ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. മതി 3-4 വാക്യം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പോ സ്വഭാവ രൂപീകരണം നമുക്ക് കർത്താവ് തന്നു. കഷ്ടത സഹിക്കാനുള്ള ഒരു വരം നമുക്ക് ലഭിച്ചു. നമ്മുടെ സ്വഭാവം മാറി. നീതീകരണം ലഭിച്ചതോടുകൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി. ഇന്നലകളിൽ കഷ്ടത സഹിക്കുന്നത് ശാപമാണെന്നാണ് ചിന്തിച്ചതെങ്കിൽ ഇന്ന് കഷ്ടതയെ അനുഗ്രഹത്തിന്റെ പടിയായി കാണാൻ ദൈവഭക്തന് സാധിക്കുന്നുണ്ട്, അല്ലെ? പെർസ്പെക്റ്റീവ് മാറി, ചിന്താഗതി മാറി, ആശയങ്ങൾ മാറി. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്റെ അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മനോഭാവത്തിലേക്ക് ദൈവഭക്തൻ നമ്മൾ ഉയർന്നിരിക്കുകയാണ്. പെർസ്പെക്റ്റീവ് മാറി. അതുപോലെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, എന്റെ വളർച്ചയുടെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത. കഷ്ടത അർത്ഥമില്ലാത്തതല്ല. കഷ്ടതയുടെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്. ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് എന്നെ ഉയർത്താൻ, എന്നെ കയറ്റി നിർത്താൻ വേണ്ടിയാ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നത്. ഇയ്യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടത വളരെ വലുതായിരുന്നു. പക്ഷേ നമ്മൾ ആരും പറഞ്ഞില്ല, ഇയ്യോബ് പോലും പറഞ്ഞില്ല തന്റെ പിൽക്കാലത്തെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്.
നമുക്കറിയത്തില്ല, നമ്മൾ ഇന്ന് നടന്നു പോകുന്ന, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് ദൈവം നമുക്ക് മറ്റൊരു വലിയ സാധ്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ജോസഫിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. കാരാഗൃഹത്തിലൂടെ കടന്നു പോകുമ്പോഴും, പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും, പരിഹാസത്തിന്റെ നിന്ദയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ അതിനപ്പുറത്ത് ദൈവം ഒരു വലിയ സാധ്യത, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത, ജോസഫിന്റെ സ്വപ്നത്തിൽ പോലും വെളിപ്പെടാത്ത ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ആ കഷ്ടതയിലൂടെ കടത്തിവിട്ടത്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആ മഹത്വകരമായ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തുന്ന നീതീകരണം എന്ന അനുഭവം. നീതീകരണത്തിന്റെ 4ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കഷ്ടതയിലും സന്തോഷിക്കാൻ കഴിയുന്ന ആ സ്വഭാവ ഗുണമാണ്. കഷ്ടതയെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സ്വഭാവ ഗുണമാണ്. സഹനശക്തി കിട്ടി, എൻഡുറൻസ്, പെർസിവിയറൻസ് എന്നാ പറഞ്ഞത്. വിശ്വാസത്തിന്റെ സഹിഷ്ണുത, വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ അതിനെ സഹിക്കാനുള്ള ഒരു സ്വഭാവ മഹിമ കിട്ടി. ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ ദൈവം സഹായിക്കുന്നുണ്ട്. സ്വഭാവ രൂപീകരണം, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ, വഴിമാറി പോകാതെ ദൈവസ്ഥലം നിലനിൽക്കാൻ കഴിയുന്ന സഹിഷ്ണുത ദൈവം നമുക്ക് തന്നു. അതുപോലെ തന്നെ എന്താണ്, ആത്മിക ശക്തിയിലേക്കുള്ള ഒരു വഴിയാണ്, ആത്മിക വിടുതലിലേക്കുള്ള ഒരു വഴിയാണ്, ദൈവത്തിന്റെ ആത്മിക പദ്ധതികളിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ് ഞാൻ നടത്തുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന, ജീവിതത്തിൽ സംഭവിക്കുന്ന കൂരിരുളിലെയും താഴ്വരയെയും അഗ്നിശ്വാസനകളെയും ഒക്കെ നമുക്ക് എന്താണ് ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമായി തിരിച്ചറിയാൻ കഴിയുന്നു. 5ാമത്തെ പോയിന്റ്, 5ാമത്തത് ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പകർന്നു. ദൈവത്തിന്റെ സ്നേഹം വായിക്കാം, 5ാം വാക്യം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. യെസ്, നീതീകരണം കൊണ്ട് നമുക്ക് ലഭിച്ച മറ്റൊരു ഗുണം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നു. ഹൃദയങ്ങളിൽ സ്നേഹം പകർന്നിരിക്കുന്നു. മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അത് തിരിച്ചറിയുന്നു. അല്ലെ, അങ്ങനെ വായിച്ചത്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആത്മാവിനാൽ നമ്മൾ തിരിച്ചറിയുന്നു. ആത്മാവ് നമ്മെ എന്താ ബോധ്യപ്പെടും? നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന ബോധ്യം തരുന്നത്. അതുകൊണ്ടല്ലേ ആത്മാവിനെ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അല്ലെ, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, ഭയപ്പെടുത്തുന്ന ആത്മാവല്ല, ഉറക്കിക്കിടത്തുന്ന ആത്മാവല്ല, സുബോധമുള്ളവരെ ബോധം കെടുത്തുന്ന ആത്മാവല്ല, പുത്രന്മാരെന്ന ബോധം നൽകുന്ന ആത്മാവ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നമ്മിൽ ഇരട്ടിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്, അവനാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടെടുക്കപ്പെടും, നിങ്ങൾ ഭാവി പ്രത്യാശയിൽ എത്തപ്പെടും, നിങ്ങൾക്കൊരു നല്ല ദിവസമുണ്ട്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് വീണ്ടെടുപ്പ് നാളിനെ പറ്റി നമ്മുടെ ഹൃദയത്തിൽ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോ ആ ഒരു ഉറപ്പ്, ദൈവ സ്നേഹത്തിന്റെ ഉറപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ അറിയുന്നു, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ അനുഭവിക്കുക മാത്രമല്ല, അറിയുകയും കൂടി ചെയ്യുന്നുണ്ട്, അറിയുകയും ചെയ്യുന്നുണ്ട്. അതൊരു അനുഭവത്തിന്റെ സത്യമായി നമ്മുടെ ഹൃദയത്തിലുണ്ട്. 6ാമത്തെ പോയിന്റ്, 9ാമത്തെ വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. രക്ഷ, കോപത്തിൽ നിന്നുള്ള രക്ഷ നീതീകരണത്തിന്റെ മറ്റൊരു അനുഗ്രഹമാണ്. ഇനി ഒരിക്കലും കോപത്തിന് നമ്മൾ പാത്രീഭൂതരല്ല. കോപത്തിന് നമ്മെ ഇല്ലാതാക്കാൻ കഴിയില്ല. നമ്മൾ ദൈവത്തിന്റെ പ്രസാദത്തിന് പാത്രീഭൂതരായി തീർന്നു. ദൈവത്തിന്റെ മുഖപ്രസാദം കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. പുത്രൻ നമ്മെ ചേർത്ത് പിടിച്ചു, പുത്രന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി. സ്നാനപ്പെട്ടവരായ നമ്മൾ ഇന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ടല്ലോ, എനിക്കൊന്ന് കൂടിയങ്ങ് പോയാ മതി, അല്ലേ അല്ലേ സാധിച്ച കൂടി പോയാ മതി, സ്നാനപ്പെട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സ്നാനപ്പെട്ടില്ലെങ്കിലും പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കവർ ചെയ്യാൻ ക്രിസ്തു ഉണ്ടാവുന്നില്ല. കോപത്തിന് പാത്രീഭൂതനാകും. കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ ധരിക്കുമ്പോ സ്വർഗം കാണുന്നത് നമ്മെ മറച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ്.
കോപത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിലൂടെ രക്ഷപ്പെട്ടു. നീതീകരണം നമുക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. കോപത്തിന്റെ രക്ഷ ഗ്യാരണ്ടിയാണ്. നീതീകരണം എന്ന ഗ്യാരണ്ടിയാണ്. നീതീകരണം ദൈവത്തിന്റെ ഉറപ്പാണ്. ദൈവത്തിന്റെ ഉറപ്പാണ്. നീതീകരണം എന്ന വാക്ക് ഉപയോഗിച്ചത് റോമൻ കോടതിയാണ് അല്ലെ? ജസ്റ്റിഫിക്കേഷൻ. യു ആർ ജസ്റ്റിഫൈഡ് എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല, ആർക്കും ആ വ്യക്തി ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. സ്വർഗീയ കോടതി ക്രിസ്തുവിലൂടെ നമ്മോട് പറഞ്ഞു, യു ആർ ജസ്റ്റിഫൈഡ്, നിങ്ങൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു. ഇനി ആർക്കും നിങ്ങളെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം വിധിക്കും? ഇതാണ് നമ്മുടെ പൊസിഷൻ. നമ്മുടെ ഇന്നത്തെ പൊസിഷൻ ദൈവം നീതീകരിച്ചവൻ എന്ന പൊസിഷനാണ്. അവിടെ എല്ലാവിധ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടി. നമ്മൾ ഇന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വന്നിരിക്കുക. അടുത്ത വാക്യം 10-11 വാക്യങ്ങൾ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നിരപ്പ് വന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അടുത്ത പോയിന്റ് പറഞ്ഞത്, ഏഴാമത്തെ ചിന്ത, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവുമായുള്ള നിരപ്പ്, റെക്കൺസിലിയേഷൻ. ദൈവവുമായുള്ള നിരപ്പ്. ശത്രുക്കളായിരുന്ന നമ്മെ, തകർന്നു പോയ ബന്ധം, അറ്റുപോയ ബന്ധം കൂട്ടി തുന്നി ചേർത്തു, ചേർത്ത് പിടിപ്പിച്ചു. തുന്നി ചേർത്തതെന്നറിയാതെ, അഡോപ്റ്റഡ് എന്നറിയാതെ തുന്നി ചേർത്തു, ചേർത്ത് പിടിച്ചു. വാസ്തവത്തിൽ നമ്മൾ അഡോപ്റ്റഡ് ആണ്, നമ്മൾ ദത്തെടുത്തവരാണ്. പക്ഷേ ആ ദത്തെടുപ്പിന്റെ വില നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദത്തെടുപ്പ് അല്ലെന്ന് നമ്മൾ തിരിച്ചറിയും. എങ്ങനെയാണ്? യെസ്, സ്വന്തം പുത്രനെ ബലി കഴിച്ചിട്ടാണ് നമ്മെ ജീവിപ്പിച്ചത്. അപ്പൊ സ്വന്തം പുത്രനെ കൊടുത്തിട്ടാണ്, ഓമന പുത്രനെ കൊടുത്തിട്ടാ എന്നെ വിലക്ക് വാങ്ങിയതെങ്കിൽ ഞാൻ ആ പുത്രന് തുല്യനായി. പുത്രനോട് എന്നെ ചേർത്ത് വെച്ചു, പുത്രന്റെ അവകാശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു, ക്രിസ്തുവിന്റെ കൂട്ടവകാശത്തിലേക്ക് കൊണ്ടുവന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ ദത്തെടുപ്പ് എന്ന് പറയുന്ന ആ ചിന്തയെ മറ്റൊരു തരത്തിൽ അപ്രസക്തമാക്കുന്ന ആത്മീക വെളിപ്പാട് ബോധ്യപ്പെടുത്തി തരുന്നത്, അഹങ്കരിക്കല്ലേ, ദത്തെടുത്തതാണ്, അഹങ്കരിക്കല്ലേ, ദത്തെടുത്തതാണ്. പക്ഷെ സന്തോഷിക്കണം, നിങ്ങൾ പുത്രനെ കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മുടെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ കളിയാക്കുന്ന കേട്ടിട്ടില്ലേ? ഭൂമി കൊടുത്ത് വാങ്ങിയതാ അല്ലേ? കേട്ടിട്ടില്ലേ? വേറെ എന്തൊക്കെ പറയുന്നത്? നമുക്ക് ഓരോ സ്ഥലത്തും അങ്ങനെ പറയാറുണ്ട്. അരി കൊടുത്ത് വാങ്ങിയതാ, പഴക്കൊല കൊടുത്ത് വാങ്ങിയതാ എന്നൊക്കെ പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ കളിയാക്കാൻ. നമ്മളെ എന്ത് കൊടുത്താ വാങ്ങിയത്? നമ്മളെ കർത്താവ്, ദൈവം നമ്മെ വാങ്ങിയത് എന്ത് കൊടുത്താ? ദത്തെടുത്തതാ. അത് അഹങ്കരിക്കാതിരിക്കാനാ. പക്ഷെ അതിനെ കൊടുത്ത വില എന്താ? സ്വന്തം പുത്രന്റെ രക്തമാ. സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് പുത്രന്റെ അവകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ഏകജാതൻ മൂത്ത മകനായി മാറി, നമ്മൾ ഇളയ മക്കളായി മാറി. ദൈവത്തിന്റെ, ദൈവ ഭവനത്തിന്റെ അംഗങ്ങളായി മാറി. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരാണ്. റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. നീതീകരണം നമുക്ക് ലഭിച്ചതിന്റെ അനുഗ്രഹം, അതിന്റെ നന്മ, അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താ? എന്നേക്കുമായി അറ്റുപോയ ബന്ധം ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ വാക്കുകൾ സംഗ്രഹിക്കുക. ക്രിസ്തുവിൽ നമുക്കൊരു ജീവൻ കിട്ടി. 5:17. യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണം വാടുകൊണ്ടിരുന്നിടത്ത്, അവൻ മരണം ഭരണം നടത്തിക്കൊണ്ടിരുന്നിടത്ത്, മരണം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നിടത്ത്, മരണം ശാപമായി തീർന്നിടത്ത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ ജീവനായി പരിണമിച്ചു. ക്രിസ്തുവിന്റെ ജീവൻ നമ്മെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവനായി മാറി. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയായി മാറി. ക്രിസ്തുവിൽ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവനാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവനാണ്. എത്രയധികം നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ജീവനിൽ വാഴും. ഏകന്റെ പാപത്താൽ മരണം വന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ നമ്മൾ ജീവനിലേക്ക് നടത്തപ്പെട്ടു. 5-ാം അധ്യായം റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്ന ഈ 8 വിധ അനുഗ്രഹങ്ങൾ നീതീകരണത്തിന്റെ ഫലമാണ്. കഴിഞ്ഞ 4 അധ്യായങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചത് നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നാണ്. അത് വിശ്വാസത്താലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്. അതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. നമ്മൾ സകലരും മരണയോഗ്യരായിരുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ രക്തത്താൽ, നമ്മുടെ വിശ്വാസം കൊണ്ടുള്ള പ്രതികരണത്താൽ, ദൈവത്തിന്റെ കൃപയാൽ നീതീകരണത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട നമ്മുടെ അനുഗ്രഹങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചത്.
എത്ര വിലപ്പെട്ട അനുഗ്രഹങ്ങളാ പ്രിയമുള്ളവരെ. ദൈവത്തോടുള്ള സമാധാനം, കൃപയിലേക്കുള്ള പ്രവേശനം, ആമേൻ, ദൈവ മഹത്വത്തിന്റെ പ്രത്യാശ, കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുന്ന സ്വഭാവ മഹിമ, ആമേൻ, നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ഉറപ്പ്, കോപത്തിൽ നിന്നുള്ള രക്ഷ, ദൈവവുമായുള്ള നിരപ്പ്, ക്രിസ്തുവിലൂടെയുള്ള ജീവൻ. തലകളെ മുടക്കാം. ഹല്ലേലൂയ.